Mr. Husband's birthday. അല്ലാണോ? അയ്യോ എന്തേ ആവുമ്പോ പലതും ഫ്ലോപ്പ് ആവുമല്ല. ഇനിയും കണ്ട അതെങ്ങനെ ഇതിൽ കൂടെ വണ്ടി ഓടിച്ച് നമ്മളവിടെ എത്തുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ചളിഞ്ഞു പോയെങ്കിലും ഇവിടെ വിചാരിക്കണ പോലെയല്ല കേട്ടോ. ഇല എക്സ്ചേഞ്ച് ചെയ്യാം. ഹേയ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്കസ്ട്രി. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് പൊന്നിയുടെ ബർത്ത്ഡേ ആണ്, ലൈക്ക് മിസ്റ്റർ ഹസ്ബൻഡ്സ് ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പോണ സ്ഥലം ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ പോണ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മളിവിടെ ഏറെക്കുറെ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് നമ്മളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് പാക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോണേ. അതുകൊണ്ട് അത്യാവശ്യം നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊന്നെന്താണ് പറയാൻ തോന്നണേ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോടല്ലേ പറയണ്ടേ ഹാപ്പി ബർത്ത്ഡേ? ഹാപ്പി ബർത്ത്ഡേ അല്ല, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? നമ്മൾ നമ്മുടെ ട്രൈപോഡും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെല്ലുമ്പോൾ പറ്റാണെങ്കിൽ കുറച്ച് ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ഇത് ബാഗിൽ വെക്കണ്ട? ഏതാ? അത് ബാഗ് ഒന്നും പറയാനില്ല. ഓക്കെ ആയിക്കോട്ടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒടിയൂന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ആണ്. ഇതിങ്ങനെ വെച്ചാൽ മതിയാ? ക്ലിപ്പ് ഒടിയൂലേ? അപ്പം നമ്മൾ നല്ല വെയിലാണ്. അപ്പം ഇന്ന് എന്തായാലും അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. പക്ഷെ നമ്മൾ പോകണോടത്ത് ഇച്ചിരി തണുപ്പുണ്ട്. നമ്മളങ്ങനെ വേറെ കൺട്രിയിലേക്കൊന്നല്ല പോണത്. ഇവിടെ അടുത്ത 1.5 മണിക്കൂർ ഡ്രൈവാണ് ഉള്ളത്. അപ്പം നമുക്ക് പോണേക്കാളും മുമ്പ് അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതുകൊണ്ട് മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാം ലോക്ക് ചെയ്താ? കൊട എടുത്താ? കൊട എടുക്കായിരുന്നില്ലേ ഒരെണ്ണം വേണമെങ്കിൽ? നമ്മള് ഇതെല്ലാം പാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊക്കെ പറയണം, ഞാൻ വേറെ പല ചിന്തകളിലായി പോയി. ലോക്കൊക്കെ ചെയ്തോന്നായിപ്പോയി. അപ്പം ലോക്കൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓളൊക്കെ അല്ലേ? ഓളൊക്കെ സാധാരണ എല്ലാ ഹോട്ടലിലും ബ്രഷും പേസ്റ്റൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, എടുക്കാന്ന് ഓർത്ത് ബ്ലഷ് ഇട്ട് ചെടി കൂടി പോയാ തേയിലാവട്ടെ. അപ്പം ഞാനെന്താ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാരോൺ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് ആൾ മേടിക്കാറുണ്ടെന്ന്. ഞാൻ അങ്ങനെ ഗിഫ്റ്റായിട്ട് ഓൾറെഡി ഞാൻ നേരത്തെ മേടിച്ചു കൊടുത്തായിരുന്നു. എന്താ മേടിച്ചു കൊടുത്തേ ഞാൻ പറയാട്ടോ. അപ്പം ഞാൻ നേരത്തെ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ജസ്റ്റ് ഫ്ലവർ മാത്രമാണ് ഇപ്പം മേടിക്കാനുള്ളൂ. ഫ്ലവറും എന്തെങ്കിലും ഒരു കേക്കോ അങ്ങനെ എന്തെങ്കിലും അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതേ ഇപ്പം ഇവിടെ നിർത്തി. ഇവിടെ തൊട്ടടുത്തുള്ളൊരു പസഫിക് ഫെയർ ഉണ്ടല്ലോ, നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓർത്തൊരു ഫ്ലവർ, ഒരു ബൊക്കെയൊക്കെ ഞാൻ മേടിച്ചാലാന്ന് ഓർത്തത്. അപ്പോൾ അവന് വേണ്ടാന്ന്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വേറെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ പോണ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പോണ സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് നമുക്ക് ഒരു കുഞ്ഞ് പീസ് കേക്ക് മേടിക്കണ്ടേ, പേസ്ട്രി പോലെ വേണം. അതും കൂടെ മേടിക്കാം. നീ പൂവ് മേടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ പൂവിന്റെ ഫാനല്ല. ഓ ശോ മൈ ഗോഡ്, എനിക്ക് വയ്യ. എന്നാ പൂ ചെടിയിൽ തന്നെ നിൽക്കട്ടെ. നമ്മൾ പൂ മേടിക്കുന്നില്ല. ഹാപ്പി? പൂ മേടിക്കുന്നില്ല. ഹാപ്പി? ഇങ്ങനെ ഒരു ലോങ്കനും എടുത്തു, കുറച്ച് വെള്ളം എടുത്തു. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനത്തെ സംഭവമാണ് എന്താണെന്നൊന്നും നമുക്കൊരു വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് അതും കൂടെ എടുത്ത് നമ്മൾ വേഗം ബില്ല് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങണം അവിടെ നിന്ന്. ഞാൻ ഷാരോണിൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബലൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അകത്തേക്ക് കയറിയേക്കാണ്. കാരണം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്നും എടുക്കണ്ട, അത് എടുക്കണ്ട, ഇത് എടുക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം മേടിച്ചിട്ട് വേഗം പോവാന്ന്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലൂ. അപ്പോൾ ഹസ്ബൻഡ് ഹാപ്പി ബർത്ത്ഡേ ഇത് കൊള്ളാം. നമുക്ക് അതൊരെണ്ണം മേടിക്കാം. ഓൾറെഡി ക്യാൻഡിൽ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ പോലത്തെ ഒരു ടോപ്പർ മേടിക്കണം. പക്ഷെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ.
ഹാപ്പി ബർത്ത്ഡേ എന്നകത്ത് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, മട്ടും പാവൊക്കെ കണ്ടിട്ട്. പിന്നെ ഇതും മേടിക്കാം. നമുക്ക് ഇത്ര നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ബില്ല് ചെയ്യാം. ഇനി നമുക്കൊരു കേക്കും കൂടെ മേടിക്കാനുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിയും. പോവാം. ലെറ്റ്സ് ഗോ. പാഷൻ ഫ്രൂട്ട് താങ്ങാൻ നമുക്കത്. നമ്മളിവിടെ കുറച്ച് കേക്ക്സും സംഭവങ്ങളും നോക്കി വന്നതായിരുന്നു, പക്ഷെ അത് നമുക്കൊന്നും കിട്ടാനില്ല. ഒന്നും അത്ര അങ്ങോട്ട് ഒരു സുഖമില്ല. നമ്മളിത് അവിടെ നിന്ന് ഒരു സ്മൂത്തി മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കഴിച്ചത്. ഇവിടെ ഒരു ബ്രെഡ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കേക്ക് ഉണ്ടാവും. അത് ഡോണറ്റ്സ് അല്ലേ? ഡോണറ്റ്സ് വേണ്ടല്ല. ഡോണറ്റ്സ് വേണ്ട. പിന്നെ ഡോണറ്റ്സ് ഷോക്കായിരിക്കും. കേക്ക് മേടിക്കാം. ഇവർക്ക് ഇവിടെ കുറച്ച് കേക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കട്ടെ സെറ്റാക്കാൻ പറ്റുമോ. നമ്മളിത് ഇവിടെയുള്ള ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഫാൻറ്റസി സ്ലൈസ് അത് മേടിക്കാമെന്ന് ഓർത്ത് നമ്മളിത് ഒരു ക്യൂട്ട് പാക്കിംഗ് ആയിട്ടുള്ളൊരു മേടിച്ച് കേക്ക്. ഇവിടെ എവിടെയോ പൊന്നുണ്ടായിരുന്നു സ്മൂത്തി മേടിക്കാൻ പോയിട്ട്, ഇപ്പോൾ അത് ഈ വഴിക്കൊന്നും കാണാനില്ല. ഇതേ ഷാരോണ്ടേ സ്മൂത്തിയൊക്കെ മേടിച്ച് നിൽക്കാണ്. എങ്ങനെയുണ്ട് വന്ന സ്മൂത്തി? നല്ലതാണോ? അയ്യോ എന്തേ കൊള്ളൂലേ? പുളിയാ? നമ്മുടെ മറ്റേ ഓയാസിലെ സ്മൂത്തി നല്ലതായിരുന്നല്ലോ, അത് നമ്മൾ ലാർജ് മേടിക്കുകയും ചെയ്തു. സിറപ്പല്ല, അതാ ഇതിന്റെ പുളിയാന്ന് തോന്നുന്നു. അത്ര ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ല. അല്ല, അവര് ഹണി ചേർത്തിട്ടില്ല. ഓയാസിസുകാർ ഹണി ചേർക്കാറുണ്ട്. ഓയാസിസ് എന്ന് പറഞ്ഞത് ഇവിടെ വേറെ ഉള്ള ഒരു ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒരു കഫേ പോലത്തെ ഒരു ഇതാണ്. പക്ഷേ അവരുടെ ജ്യൂസ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷെ അതുപോലെയാണ് നമ്മളിത് പ്രതീക്ഷ. കൊള്ളൂല, സ്ട്രോയും ഒരു ഇതായിപ്പോയി. ഓക്കെ, നമുക്ക് ഇനി നിന്ന് തിരിയാനുള്ള സമയമില്ല, നമുക്ക് വേഗം വണ്ടിയെടുത്ത് പോവാം. നമ്മൾ എങ്ങോട്ടേക്കാണ് പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ പോണത് ലെമിങ്ടൺ ഐലൻഡിലുള്ള ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോണത്. റെയിൻ ഫോറസ്റ്റ് റിട്രീറ്റ്, അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. അവിടെ നമ്മൾ ഒരു 2 ഡേയ്സിൻ്റെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് പോണോണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 4 സൈഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണിത്. ഒരു റിസോർട്ട് പോലത്തെ സെറ്റപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മൗണ്ടെയ്ൻസും സംഭവങ്ങളും ഇങ്ങനെയൊക്കെ കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തണം. അപ്പോൾ അവിടെ തൊട്ടടുത്ത് അങ്ങനെ കുറേ ഷോപ്സും അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല. ഈ റിസോർട്ടിൻ്റെ അകത്തുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്സും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സംഭവങ്ങളും ഫ്രൂട്ട്സും അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് എങ്ങനെയാണ് സംഭവങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇവിടുന്ന് 1.5 hour ഡ്രൈവ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് പോകാം. റെയിൻ ഫോറസ്റ്റിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എക്സൈറ്റഡ് ആണോ? പിന്നെ എന്താ എക്സൈറ്റഡ് ആണെന്ന് പറ. ബൈ ദ വേ, ഞാൻ ഇന്ന് ഈ തലയിൽ കെട്ടിയാണ് ഈ സെറ്റപ്പില്ലേ. എന്തായാലും പറയണേ, എനിക്കറിയാൻ പാടില്ല. എന്തായാലും കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഈ സാധനം. എൻ്റെ ഡ്രസ്സിന് അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതല്ല ആക്ച്വലി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റോസ് മോള്. പക്ഷേ അവളിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തൊന്നും തോന്നി, എനിക്കറിയാൻ പാടില്ല. അവളൊരു ഈ സ്ക്രഞ്ചീസും സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സ്മോൾ ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കേക്ക് ഒക്കെ മേടിച്ച സമയത്ത് ഇവളെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അവൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പ് എങ്ങാണ്ടാണ് ഈ സാധനം എനിക്ക് തന്നത്. പക്ഷേ സ്റ്റിൽ നോക്കൂ, ഞാനത് കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് അവളെ ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിൽ അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ എനിക്കത് കണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടും കൂടെ മേടിച്ചതാട്ടോ, അത് വേറെ കാര്യം.
അപ്പം അങ്ങനെ അപ്പം അതും കൂടെയാണ് ഞാൻ ഇട്ടാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും നമുക്ക് കൊള്ളൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പോവാം. പോയി ഇനി അവിടെ ചെന്നിട്ടുള്ള ഒരു 2 ഡേയ്സിൻ്റെ വിശേഷങ്ങളും സംഭവങ്ങളും, നമ്മളൊരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അതെ, ഐലൻഡിൽ എവിടെ മൗണ്ടൻ മനിയെന്നാണ് ഷെരോൺ ആലോചിച്ചത്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചതാ. ലെമിംഗ്ടൺ ഐലൻഡ്സ് അല്ല, ലെമിംഗ്ടൺ നാഷണൽ പാർക്ക്. സോറി അബൌട്ട് ദാറ്റ്. ലെമിംഗ്ടൺ നാഷണൽ പാർക്കിലുള്ള ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ് വിസിറ്റ് ചെയ്യണത്, ഐലൻഡ് അല്ല കേട്ടോ. സോറി. എന്നാലും ഇത് ഇച്ചിരി ഫ്ലോപ്പായ എൻ്റെ സങ്കടത്തിലാണ് ഞങ്ങൾ. എനിവേ, ഒരു ട്രിപ്പാകുമ്പോൾ പലതും ഫ്ലോപ്പാവുമല്ല. ഇനിയും നമുക്ക് 2 പേർക്ക് അറിയാൻ പാടില്ല അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോണേന്ന്. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താ സംഭവം എന്ന് പോലും അറിയാൻ പാടില്ല. ഒരു റിസോർട്ടിൽ സ്റ്റേക്കേഷൻ പോലെ നമ്മൾ എടുത്തതാണ്. ഇന്ന് എന്തായാലും അത്യാവശ്യം നല്ല വെതറാട്ടാ. കാര്യം നമ്മൾ 2 ദിവസമായിട്ട് നല്ല അലമ്പ് വെതറായിരുന്നു. മഴയും വെയിലും ഇല്ല, ഒരുമാതിരി ക്ലൗഡിയും ഒരു സുഖമില്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ നോർമൽ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യണ പോലെ അല്ല കേട്ടോ. ഇത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അതെന്താ സംഭവം എന്നുള്ളത്. റോഡായിരിക്കും ഭയങ്കര എന്താ പറയുക, വളഞ്ഞും പുളഞ്ഞും കിളഞ്ഞും ഒക്കെ ഉള്ള റോഡായിരിക്കും. ചാറ്റ് ആണോ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. നിങ്ങളിപ്പോൾ കാണാൻ പോണ റീല് മമ്മിയും പപ്പയും നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള അടുത്ത വ്ളോഗായിട്ടാണ് നിങ്ങളിത് കാണുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും പപ്പയും നാട്ടിലേക്ക് പോയി 1 മാസം കഴിഞ്ഞിട്ടാണ്, 1 മാസമല്ല 2 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ റീൽ എടുക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വേറെ റീൽസ് ഒന്നും എനിക്ക് അതിനകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അതുപോലെ മുമ്പത്തെ കുറേ വീഡിയോസ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വ്ളോഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അത് കഴിഞ്ഞ് മമ്മിയും പപ്പയും ഇവിടെ വന്നപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് റെഗുലറായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അതെന്തൊരു ഫാമാന്ന് തോന്നുന്നു. കൊള്ളാം, എല്ലാം മൗണ്ടെയിൻസ് ആണ്. അരുവി. ഓ, അത് കൊള്ളാം. ഇതപ്പോ ഒരു അരുവിയുടെ മുകളിലാണോ? ബ്രിഡ്ജായിരുന്നു അത്. വഴി എങ്ങോട്ടാ പോണേ? ശരം പറയായിരുന്നു ഇത് മറ്റേ വീഗാലാൻഡ് റൈഡ് പോലെ ഉണ്ടെന്ന്. നമുക്ക് റോഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ് വളവ്. എന്താ അവസ്ഥ എന്ന് മനസ്സിലാവണില്ല. എന്റെ പൊന്നി ഈശ്വരാതത് പൊന്നെ. കൊള്ളാം. ശരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യട്ടെ. എന്തായാലും ഈ ബർത്ത്ഡേ ഡ്രൈവ് ശരം മറക്കില്ല. കൊള്ളാലേ പൊന്നു വണ്ടി ഓടിക്കണോണ്ട് കൊള്ളാം. ബൈ ദ വേ, ഈ ഹോട്ടലിനേക്കാളും എനിക്ക് ഏറെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സംഗതിയാണ് ഇന്ന് ഷാരോന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചു എവിടെയെങ്കിലൊക്കെ പോയി ചുമ്മാ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാട്ടോ സെലിബ്രേറ്റ് ചെയ്തേ. അപ്പോൾ ഈ പ്രാവശ്യം എന്തോ ഭാഗ്യം കൊണ്ട് ഷാരോന്റെ ബർത്ത്ഡേയുടെ ഓഫും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അന്ന് ഒരു ഡേ ഓഫുമായിരുന്നു. അപ്പോൾ നമ്മുടെ 2 പേരുടെയും സ്കെഡ്യൂൾ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു 1 നൈറ്റ് സ്റ്റേ ചെയ്തുകൂടാന്ന്. കാരണം ഇത് വന്നിട്ട് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വെള്ളി ശനി ഞായറും നമുക്കൊരു വീക്കെൻഡ് പോലെ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യാനാണ് നമ്മൾ പോണേ. നമ്മുടെ വീട് ഉള്ളത് സിറ്റി തന്നെയാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത് എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മാറി ഇച്ചിരി ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ വഴിയും സംഭവങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പോയൊരു റൈഡായിരുന്നു കേട്ടോ ഇത്. ഡ്രൈവ് ആണെങ്കിലും റൈഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ എന്താ പറയാ, ഇങ്ങോട്ടേക്കുള്ള വഴി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അഡ്വെഞ്ചറസ് റൈഡായി പോയി. കണ്ട ബാക്കിലും കണ്ട ഫുൾ മലയും സംഭവങ്ങളും മറ്റേ ചുരം കയറുന്ന പോലെയാണ് നമ്മളിങ്ങനെ
കേറിക്കൊണ്ടിരിക്കണം. എന്റെ ചെവിയൊക്കെ അടഞ്ഞ്. നിനക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. ബട്ട് ഡോണ്ട് വറി, ഐ ആം ക്യാപ്ചറിംഗ് എവറി സിംഗിൾ മൊമെന്റ്. കണ്ട ഇവിടുത്തെ വഴി ഏറെക്കുറെ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. കണ്ട അതെങ്ങനെ ഇതിൽ കൂടെ വണ്ടി ഓടിച്ച് നമ്മളവിടെ എത്തുമെന്ന് ദൈവത്തമ്പുരാന് മാത്രം അറിയാം. Let's see. മറ്റേ മൊട്ടക്കൊന്നുകൾ അവിടെ അറ്റത്തെ കോടയൊക്കെ ഉണ്ട്. നമുക്കൊന്നും വരെ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് റോഡൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കൊരു 15 മിനിറ്റിൽ നമ്മൾ എത്തും. എന്റെ പൊന്നി മഞ്ഞിൻ താഴ്വരയിൽ നാഷണൽ പാർക്ക് എത്തിയിട്ടില്ല. ഇനിയും 11 മിനിറ്റോടെ ഉണ്ട്. ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കണില്ല. ബിക്കോസ് എവിടെ നമ്മളിതേ 3 മിനിറ്റില് നമ്മളെത്തും. നമ്മൾ ഏതോന്നല്ല റെയിൻ ഫോറസ്റ്റിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട മൊത്തം കാടാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ഇവിടെ. ഇവര് രാത്രി ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. നോ എൻട്രിയാ. അങ്ങോട്ടേക്ക് നോ എൻട്രി ചെയ്യുന്ന വണ്ടിയൊന്നുമില്ല. നമ്മതേ വെൽക്കം ടു ഒറൈലി വില്ല ആൻഡ് റിട്രീറ്റ് സെന്റർ. നമ്മതേ എത്തി. അതിൻ്റെ ആ ഒരു ഇത് കണ്ട ആ ഒരു ലോഗോ പോലെ ഒരു ബോർഡിനെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. വുഡ് പേപ്പറാണത്. അപ്പം എന്തേ ഒറൈലീസ് റിട്രീറ്റ് ആൻഡ് വില്ല റിസപ്ഷനിൽ നമ്മൾ എത്തി. പക്ഷെ ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്യാൻ എന്താ സംഭവം നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അവരുടെ കാറാന്ന് തോന്നുന്നു. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി മാക്സിമം 50 മിനിറ്റ്സ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പാർക്ക് ചെയ്തേക്കാണെങ്കിൽ നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് നോക്കാം. ബാക്കി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവരുടെ റിസപ്ഷൻ ഏരിയ ഇങ്ങനെയാണ് കിടക്കണത്. അതൊന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ അവിടുത്തെ പോലെയല്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മളിത് ഈ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ക്യൂവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു മാപ്പൊക്കെ തന്ന് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഫ്യൂച്ചർ സ്റ്റേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു $100 വൗച്ചറോടെ തന്നു. ഇവിടെ വിചാരിക്കണ പോലെയല്ല കേട്ടോ, തണുപ്പുണ്ട് കേട്ടോ. ഇല്ല, നമുക്ക് ആദ്യം പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. കോടയും വേണം, ചെറുതായിട്ട് മഴയും പൊടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞത് കീ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ താങ്ക്ഫുള്ളി നമ്മൾ കാറിൽ കയറുന്ന സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് വന്നു, റൂം കീ കാർഡ് വന്ന് കളക്ട് ചെയ്തോ, റെഡിയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതുകൊണ്ട് പിന്നെ ഇതൊന്നും മാറ്റാമോ, റെഡിയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കീ കിട്ടി. റിട്രീറ്റ് 15 ശരിയാണല്ലോ. 15 അത് കൊള്ളാട്ടോ. 15ാമത്തെ റൂമാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണേ. ഓ മൈ ഗോഡ്, സൂപ്പർ എക്സൈറ്റഡ്. ഇത് 100 വർഷം പഴക്കം വന്നു ഈ ഒരു ബിൽഡിങ്. ഈ ഒരു റിസോർട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് $100 നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചറോടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിൽ ചെന്നിട്ട് നോക്കാം. ഇതിങ്ങനെ ഒരു പണ്ടത്തെ സംഭവം ഇങ്ങനെ അവരിങ്ങനെ എന്തൊരു വേർഡ് പറയില്ല, ഇങ്ങനെ റീസ്റ്റോർ അല്ലല്ലോ, അവരിങ്ങനെ കൊണ്ട് നടക്കണതാണ്, പ്രിസർവ് ചെയ്ത് കൊണ്ട് നടക്കണ ഒരു പ്ലേസ് ആണത്. പിന്നെന്താ പറയണേ, എന്തെങ്കിലും അവിടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതല്ല മാപ്പ് നോക്കട്ടെ. 15 നമ്മളിവിടെ എത്തി. ഇതെവിടെയാണ് നമ്മൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നിന്നിട്ട് പറഞ്ഞുതരാം, നിൽക്ക്. നമ്മളിത് ഇവിടെയാണ് നിൽക്കാൻ പോണത്. പക്ഷെ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു സ്റ്റെയർസ് ഉണ്ട്, ഇതിൽ കൂടെ കയറണം. എവിടെയോ വന്നാ ഈ സൈഡിലല്ലേ, ലെഫ്റ്റിലല്ലേ, ഇവിടെയല്ലേ? ഇതാണ് നമ്മൾ നിൽക്കാൻ പോണത്. ഇത് പണ്ടത്തെ ഒരു ഇതായതുകൊണ്ട് അങ്ങനത്തെ രീതിയിലാണ്. ഇതെങ്ങനെ തുറക്കണേ? ഇത് 2 കീ ഉണ്ട് നമുക്ക്.
ഭയങ്കര കുഞ്ഞ സ്പേസാണ്. മൗണ്ടൻ വ്യൂ ഇല്ലേ? ആ മൗണ്ടൻ വ്യൂ ഒക്കെ ആണ് കേട്ടോ. മൗണ്ടൻ ഒക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഹലോ ഹലോ റെയിലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് പോനാ. വെൽക്കം ടു ഒറേലി. ഞാൻ ഷാമ്പയിൻ ഓർഡർ ചെയ്തില്ല. ഫ്രീ അല്ല, ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ അവർ പറഞ്ഞൊരു കാർഡും കൂടെ വെക്കാം, ഹാപ്പി ബർത്ത്ഡേ ഷാരോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാന്ന് പറഞ്ഞ് അവരെന്നെ പറ്റിച്ച്. വെൽക്കം ടു ഒറേലി എന്നാ, ഹാപ്പി ബർത്ത്ഡേ ഷാരോൺ എന്നായിരുന്നു എഴുതണ്ടേ. തേങ്ങ എന്തെങ്കിലും ആവട്ടെ. അത് അവരുടെ എന്തോ ഒറേലിയുടെ എന്തോ സംഭവമാണെന്നാ എന്തോ പറഞ്ഞവര്. ആ പേയ്മെന്റ് പോയപ്പോ ഞാൻ ഓർത്ത് ദൈവമേ ഇവർക്ക് നിനക്കെന്തിനാ അവര് സ്ക്രീൻഷോട്ട് അവരെന്തിനാ റെസിപ്റ്റ് അയച്ചെന്നേന്ന് വിചാരിച്ചു. കാരണം നിന്റെ ഇമെയിലാണല്ലോ കൊടുത്തേ. ഭാഗ്യം, ഞാൻ അവിടുന്ന് കൊളായെന്ന്. പക്ഷെ ഇവര് ഇതൊരു മാതിരി ചെയ്തായി പോയിട്ടാ. ഇത് അങ്ങനെയല്ലായിരുന്നു കൊടുക്കണ്ടേ. എനിവേ ഒരു കാർഡൊക്കെ ഇവര് വെക്കൂന്ന് പറഞ്ഞിട്ട് കാർഡ് പോലും ഇല്ലേ അതിൻ്റെ ഉള്ളില്. കാർഡ് വെക്കാന്ന് പറഞ്ഞതേ നോക്ക്, കാർഡ് ഉണ്ട് സാറോ. ദി ഡിയർ ഷാരോൺ ആന്റണി, ഹാപ്പി ബർത്ത്ഡേ, പ്ലീസ് എൻജോയ് ദ സ്ട്രോബെറീസ് ആൻഡ് ബോട്ടിൽ ഓഫ് ഇത് എഴുതിയാണേ wine chilling in the fridge. Chilling in the fridge. O'Reilly's family management and staff. പിന്നെ കൈൻഡ് റിഗാർഡ്സ് ഞാൻ പൈസ കൊടുത്തതാണ്. എന്നിട്ട് ഒറേലീസ് മാനേജ്മെന്റ് എന്നൊക്കെ. അയേൺ ആൻഡ് അയേണിംഗ് ബോക്സ് ആർ ഇൻസൈഡ്. ഓ ഇതിന്റെ ഉള്ളിൽ അയേണും അയേൺ ബോക്സും ഉണ്ടെന്ന്. അതെങ്ങനെ തുറക്കണേ? അത് ശരിയാണല്ലോ, അതെങ്ങനെ തുറക്കണത്? ആവോ എന്തായാലും ഇതൊരു പണ്ടത്തെ ഒരു കോട്ടേജ് സെറ്റപ്പാണ് അല്ലേ? സത്യം ഒരു കുഞ്ഞ് സ്പേസ് ആണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ചിലപ്പോൾ രാവിലെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിവേ നമുക്കൊന്ന് സെറ്റിലാവും. താഴേന്ന് ലഗേജും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ഒരു ബാത്റൂമിൻ്റെ അകം കാണുന്നത്. കുഞ്ഞിതാണ് പക്ഷെ അത് ശരിയാണ്. നമ്മൾ കൊടുക്കണ പൈസക്ക് വേറെ എവിടെയെങ്കിലും പോയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷറി സാധനം കിട്ടും. പക്ഷെ ഇവിടേക്ക് വന്ന വഴിയും സംഭവങ്ങളും എല്ലാം ഭയങ്കര വെർത്തായിരുന്നു എന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടി. ഇനി നമുക്ക് താഴേന്ന് സംഭവങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് സെറ്റിൽ ആവാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഷാംപിയൻ സ്ട്രോബെറി സർപ്രൈസ്? ചളിഞ്ഞു പോയെങ്കിലും ലൈക്ക് ഇറ്റ്. താങ്ക് യു. ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് തന്നെ UK ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എനിക്കെന്തായാലും ഇവിടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ നല്ലൊരു സ്പോട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്പോട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കട്ട് ചെയ്യാം എന്തായാലും. ഷാരോണ്ട് ഭയങ്കര മടിയാണ്. ഷാരോൺ ഇങ്ങനെ അതൊന്നും ഇഷ്ടമല്ല, ഭയങ്കര സിമ്പിളാണ്. അതൊന്നും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ, നമ്മളങ്ങനെയൊന്നുമല്ലല്ലോ. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാട്ടോ. ഈ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണത്. എൻ്റെ പൊന്നേ അടിപൊളി. എൻ്റെ ബർത്ത്ഡേനേക്കാളും പൊന്നിൻ്റെ ബർത്ത്ഡേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണേ. സോ ലെറ്റ്സ് ബിഗിൻ. വാ ഇതൊന്ന് പിടിക്കാമോ തുമ്പത്ത്? ഗ്ലാസ് എടുത്തില്ല. ഏത് ഗ്ലാസ്? സൺഗ്ലാസ്സാ? ഇവിടെ വെക്കാനാണ്? അങ്ങോട്ടോ അങ്ങോട്ടോ. കെട്ട്. താങ്ക് യു. ഇച്ചിരി നേരം കെട്ടി നിന്നാൽ മതി കേട്ടോ. ഓക്കെ ഓൾ ഗുഡ്. ആർ റെഡി? തിരി ഞാൻ വെച്ചതായിരുന്നു. എനിക്ക് തിരി എടുക്കണം. നീ എന്നാൽ ഇവിടെ നിൽക്കോ? ഞാൻ വേഗം പോയി തിരി എടുത്തിട്ട് വരാം. പക്ഷെ തിരി നിൽക്കോ കാറ്റത്ത്? പോരാട്ടോ. നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിയൊക്കെ മേടിച്ചതായിരുന്നു. പക്ഷെ തിരി കൊണ്ടുവരാൻ ലൈക്ക് ബാഗിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി നമ്മൾ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഷാരോൺ പോയേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂം കൂടെ എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒന്ന്
സെറ്റപ്പ് ആക്കാൻ പറ്റുമോ നോക്കാൻ. ഇതിൻ്റെ താഴെ ശരിക്കും പൂളാണ്. ഓ അവൻ വിളിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്തെടുക്കാൻ മറന്നുപോയി? തിരി എടുത്ത് പക്ഷേ ലൈറ്റർ എടുക്കാൻ മറന്നുപോയി. റിസപ്ഷനിലെങ്ങാനും ചോദിച്ചാൽ ചിലപ്പോൾ ലൈറ്റർ കിട്ടുമായിരിക്കും, പക്ഷേ അറിയാൻ പാടില്ല. എന്തായാലും തിരിയില്ലാന്നെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് തിരി നമ്മൾ രാവിലെ ഊതിയതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോയപ്പോൾ ബർഗർ മേടിച്ചാൽ അതിൻ്റെ മുകളിൽ വെച്ച് കുത്തി ഓടി. അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുക്കാം, കണ്ടിട്ട് വയ്ക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. നമുക്ക് ഇല എക്സ്ചേഞ്ച് ചെയ്യാം. ഹെൽത്തി കൊണ്ടേ. ഞാൻ ഇങ്ങനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നത്, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ സാധനം എടുക്കാൻ മറന്നുപോയില്ല, ലൈറ്റ് എടുക്കാൻ മറന്നുപോയില്ല. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല ഇപ്രാവശ്യം. എനിക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. എനിക്ക് ഇന്നലെ വരെ വർക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു പിക്ചർ എടുത്തിട്ട് പിടിക്കട്ടെന്നാ. സ്വന്തമായിട്ട് തിന്നാണ് രസമുണ്ട്. ഇഷ്യൂ എടുത്തില്ല. സ്ട്രോബെറി എങ്ങനെയുണ്ട്? എന്താണ് പറയാൻ തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ? ആ അടിപൊളി, നൈസ്, ഇറ്റ്സ് ബെറ്റർ. നമ്മളിത് വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിൽ പോകണം. ഇനി നമുക്കിവിടെ ആഫ്റ്റർനൂൺ ടീ ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടി പോവാം. ഇതിപ്പോൾ ഞാൻ പറയണ കേൾക്കണുണ്ടാവുമോ? ഈ ആഫ്റ്റർനൂൺ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. എനിക്ക് കോഫി മതി കേട്ടോ. ഞാൻ കോഫി കുടിച്ചോളാം. പൊന്നു ടീ കുടിച്ചോ, പൊന്നു ടീ കുടിച്ചോ, അതാണ് ടീ. ടീയാണ് കുടിക്കാൻ പോണേ? ഓക്കെ, ഞാൻ എന്നൊരു കോഫി കുടിക്കാം. കോഫി കുടിക്കാം. ആ ഇതങ്ങനെയാണ്. ഇതാ സ്റ്റീവൻ ടെല്ലുണ്ടായിരുന്നു, ഞാൻ നിന്ന ഹോട്ടലുണ്ടായിരുന്നു. നമുക്ക് കോഫി എടുക്കാം. പാല് വേണം. ഇത് ഭയങ്കര ഒരു കയ്പ്പായിരിക്കും ഇതിന്. ഓക്കെ, ഇച്ചിരി മതി. നമുക്ക് ബാക്കി പാലൊഴിക്കാം. ഇത് ഹോട്ട് മിൽക്കല്ല, സാധാ മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ, ഓ ഇത് തുറക്കണമായിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. ഷാരോണോട് വലിയ ഡയലോഗൊക്കെ അടിച്ച് അവൻ ടീ എടുത്തോ, ഞാൻ കോഫി എടുത്തോളാം എന്നുള്ള എന്താ പറയുക, കോഫീനോടുള്ള അതിയായ വിശ്വാസം കൊണ്ട് ഞാൻ കോഫി എടുത്ത കോഫിയാണെങ്കിൽ കഴിച്ചിട്ട് വായി വെക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെയും പോയി ഗ്രീൻ ടീ എടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ പേരറിയാൻ പാടില്ലെങ്കിലും ആ കപ്പ് കേക്ക് പോലെ ഇരിക്കുന്ന സാധനം ശരിക്കും ഒരു വെജിറ്റബിൾ സ്നാക്കായിരുന്നു കേട്ടോ. നമുക്ക് ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കാം. നമ്മൾ കഴിക്കണ ഒരു ചോക്ലേറ്റ് ക്രോസർ പോലെ ഇരിപ്പുണ്ട്. ശരിക്കും ഇവിടെ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. കാരണം അതെന്തോട് സംഭവം, എന്തോ കഥയല്ലേ, നമുക്ക് കേൾക്കാൻ എന്താന്ന്. ഒറേലിയുടെ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷമായിട്ട് കണ്ടിന്യൂസ് ഇവിടെ എല്ലാ വർഷവും വരണ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അല്ലേ ഇത്? പക്ഷേ ഈ സെയിം ആണ്. ഈ ഒരു ഫ്ലൈറ്റ്, പക്ഷെ അത് ഇതിൻ്റെ ഡെമോ ആണോ ഇത് ഒറിജിനലാണോ? ഈ ഫ്ലൈറ്റ് ഇവിടെ എത്ര റെപ്ലിക്കാണല്ലേ? ഈ ഫ്ലൈറ്റ് അതിൻ്റെ ഒരു സിമ്പലാണ്. ഇവിടെ ഏതൊരു ഫ്ലൈറ്റ് വന്നിട്ട് ഏതോ ഒരു കൊല്ലത്തിൽ, ഏത് കൊല്ലത്തിലാണ്? 2003 ബ്രിസ്ബെയിൻ ടു സിഡ്നി പോണൊരു ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ട് അത് ക്രാഷായി. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക വെച്ച് എന്താണ് ദൈവമേ, ആ വ്യൂ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ. സൺസെറ്റിൻ്റെ ആണല്ലേ അത്? 5:30 പക്ഷെ അത് നോക്കിയാൽ മലയുടെ ഒക്കെ അവിടെ വെച്ചിട്ട് ഇത് കാണാൻ നല്ല ഭംഗി. നല്ല തണുപ്പുണ്ടല്ലേ. ഊട്ടിക്ക് വന്ന ഫീലുണ്ട് എന്തായാലും. നല്ല തണുപ്പുണ്ട്. എനിക്ക് ഇനി അവിടെ പോയിട്ട് അവിടെ എന്തോ ഒരു ഇതൊക്കെ കാണാനുണ്ട്. ഇൻഫിനിറ്റി പൂൾ കണ്ടിട്ട് വരാം. പൊന്നാ ഒന്ന് ഊതി. അങ്ങനെയല്ല, സൈഡ് തിരിഞ്ഞു വിടുക.
ഊത് 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 ഊതി നോക്കട്ടെ ഏട്ടാ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല. ഇത് നോക്കിയേ, എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ജാക്കറ്റ് ഇടുമ്പോൾ എൻ്റെ കണ്ണ് പച്ചയാവുമെന്ന്. ആ ഇത് ട്രീ വാക്കാണ്. ടോപ്പ് ഓഫ് ട്രീ വാക്കോ ടോപ്പ് ഓഫ് വാക്കോ ട്രീ ടോപ്പ് വാക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലമാണിത്. നമുക്ക് വഴി തെറ്റ് ഗൈസ്. ഇൻഫിനിറ്റി പൂളല്ലേ? ഇൻഫിനിറ്റി പൂള് നമുക്ക് തപ്പാം. കമോൺ. അത് പള്ളിയല്ലേ ഇത്? അത് കൊള്ളാല. ഇവിടുത്തെ പള്ളി എങ്ങനെ ഇരിക്കണേന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഫസ്റ്റ് ഒന്ന് പൂള് എന്താ സംഭവം നോക്കിയിട്ട് വരാം. 9 മണിക്ക് ക്ലോസ് ചെയ്യും. നിനക്ക് സ്റ്റിൽ തണക്കണുണ്ടോ? ആ പുള്ളി പറഞ്ഞേട്ടാ ഇവിടെ ഭയങ്കര തണുപ്പാണ്, നിങ്ങൾക്ക് ജാക്കറ്റ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. ഗിഫ്റ്റ് ഷോപ്പിലുണ്ടെന്ന്. മാർക്കറ്റിംഗ് മാനേജറാണ്. ഇവിടെ 2 ആൾക്കാർ ഒളിച്ചിരിക്കുന്നു. ഇതെന്താന്ന് നോക്കിയിട്ട് വരാം. ഇതെന്താ നോക്കട്ടെ കേട്ടോ, വായിച്ചു നോക്കാം നമുക്ക്. ഇവിടെ ആകെ ഉള്ളത് ഇങ്ങനത്തെ കഫേയാണ്. ഇവിടെ ലഞ്ച് ഇല്ല, പക്ഷേ കണ്ടോ അവിടെ എന്തോ ഒരു കഫേയും ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പാടാണ് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അല്ലേ. ഒരു പ്രാവശ്യം വന്നെങ്കിൽ ശരിയാവുമായിരിക്കും. നമ്മളിപ്പോൾ ലോസ്റ്റായിപ്പോയി. നമ്മളിനി ഇവിടെ നിന്ന് ഇൻഫിനിറ്റി പൂള് അന്വേഷിച്ചുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ ഒരു മാപ്പ് ഉണ്ടല്ലോ വനാ, ഇതിക്കടെ നമുക്ക് തപ്പാം എവിടെ സംഭവങ്ങളെന്ന്. ആണ് ഇവിടുത്തെ മാപ്പ്. തണുപ്പാണ് ഉണ്ണിയെ, തണുപ്പാണ്. ഇപ്പോൾ വേറെ 4 ആൾക്കാരോട് വഴി ചോദിച്ചു, എല്ലാവരും ലോസ്റ്റാണ്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുള്ള. ഇനി നമ്മൾ ഇവിടെ നിന്ന് വേറെ ഏതോ വഴിയെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പോകാൻ പോണ്. നമ്മൾ ഏതോ ഒരു വഴിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ദേ അവിടെ എഴുതി വെച്ചേണു മൗണ്ടൻ വില്ലാസ് ആൻഡ് ലോസ്റ്റ് വേൾഡ് സ്പാ. അത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ദൈവം ഇതിൽ കൂടെയാണ് നമ്മൾ സ്പാലേക്ക് പോകണേ. എൻ്റെ പൊന്നി അത് നോക്കിയേ. ആ അതെ സ്പാ എഴുതി വെച്ചാൽ നോക്കിയേ, വഴി നോക്കിയേ. ഇൻട്രസ്റ്റിംഗ്. വാവ്, ഫാന്റാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക്. ഇതാണെന്ന് തോന്നുന്നു ഇൻഫിനിറ്റി പൂള്. സംഭവം എങ്ങനെയുണ്ട് നോക്കാം. കണ്ടിട്ടൊരു പൂളിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. പൂളിൻ്റെ ബാക്കാണോ? ദൈവമിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം. ഇപ്പോൾ വേണേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കി. നമുക്ക് തന്ന മാപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്തോ 20 മിനിറ്റ് നമ്മൾ നടക്കണം എന്ന് പറയണത്. പുക പോകണം. 20 മിനിറ്റ് നമ്മൾ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് കാറെടുത്ത് പോകണം ഇൻഫിനിറ്റി പൂളിലേക്ക്. നമ്മൾ ഈ വഴി വന്നേ, വന്ന് തിരിച്ചു പോവാം. ഇത് പൂളല്ല, അത് വേറെ എന്തോ സാധനമാണ്. ഓക്കെ, വി ആർ ലോസ്റ്റ് അഗൈൻ. ഏത് സ്പാൻ്റെ അങ്ങോട്ടാ? നമ്മളിത് എങ്ങനെ തിരിച്ച് റൂം എത്തിയപ്പോൾ ഞാൻ അവിടെ തൊട്ടിയോ തുറക്കാൻ പറ്റാത്ത. ആ ഇവിടുത്തെ വ്യൂ കാണിച്ചില്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണാൻ പോണത്. ഇപ്പം ഇവിടെ സൺസെറ്റ് ആവാറായി. സെറ്റായാവോ എന്തോ ആയിട്ടില്ലാന്ന് പോയി. ചെറിയൊരു മഴ പൊടിയണുണ്ട്. നമ്മൾ ജാക്കറ്റൊക്കെ ഊരി ഇവിടെ നിൽക്കുകയാണ്. കണ്ട താഴെ കാറ് പാർക്ക് ചെയ്യാം, മുകളിൽ ഇങ്ങനെ. അപ്പം നമ്മൾ ഇതിൻ്റെ താഴെ നമ്മുടെ കാർ പാർക്ക് ചെയ്തേക്കാണ്. അങ്ങനെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ റൂമിൽ ഹീറ്ററൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. പിന്നെ റെയിൻ ഫോറസ്റ്റിലെ പോയി നമ്മളെന്തായാലും അങ്ങനെ പൂളിലൊക്കെ പോയി. ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര എന്താ പറയുക ഇരുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ പാക്കല്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രി. ബൈ ബൈ.